നടപടിക്രമങ്ങൾ പോലും പൂർത്തീകരിച്ചിട്ടെന്ന് മാത്രമല്ല PMC നടപ്പിലാക്കേണ്ട സ്കൂളുകളുടെ എണ്ണം പോലും കൊടുത്തിട്ടില്ല. ഇതെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറയുകയാണ്. SSKയുടെ ഫണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നമുക്ക് ഉറപ്പാക്കി തരേണ്ട ഫണ്ടാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയം വച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് കാണിക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ SSKയുടെ ഫണ്ട് നമുക്ക് നൽകുന്നില്ല. SSKയുടെ ഫണ്ട് നമുക്ക് നൽകണമെങ്കിൽ കുടിശ്ശികയെല്ലാം കൂടെ കൂട്ടിയാൽ ഏതാണ്ട് ഇപ്പോൾ എനിക്ക് എന്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ് ഒരു 5000 കോടി രൂപയെങ്കിലും നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ കാശ് ഈ PMC നടപ്പിലാക്കുന്നില്ല എന്ന ഒരു കാരണം വെച്ചുകൊണ്ട് തരുന്നില്ല. നമുക്ക് ആവശ്യം ഈ SSKയുടെ ഫണ്ടാണ് ലഭിക്കേണ്ട ആവശ്യം എന്ന് പറയുന്നത്. PMCയുടെ പേരിൽ 1 രൂപയുടെ കാശ് പോലും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വാങ്ങിയിട്ടില്ല. മറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന അടിസ്ഥാനരഹിതവും സത്യവുമായി യാതൊരു ബന്ധവുമുള്ളതല്ല. കത്ത് PMCയുടെ ആദ്യം PMCയുടെ അനുകൂലിച്ചുകൊണ്ട് കത്ത് കൊടുത്തു. രണ്ടാമത് ക്യാബിനറ്റ് ചർച്ച ചെയ്തപ്പോൾ അത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കണമെന്ന് തീരുമാനിച്ചു. ഞാൻ ചെയർമാനായിക്കൊണ്ടൊരു സബ് കമ്മിറ്റി രൂപീകരിച്ചു. അതിന് ശേഷം ആ സബ് കമ്മിറ്റി കൂടിയിട്ടുമില്ല, ഒരു നടപടി സ്വീകരിച്ചിട്ടുമില്ല. രണ്ടാമത് ക്യാബിനറ്റ് തീരുമാനപ്രകാരം കെപ്റ്റിന്റെ അബൈൻസ് ഇത് മാറ്റിവെക്കണമെന്ന് ഞങ്ങൾ സഹകരിക്കുന്നില്ല, മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അത് എന്റെ ഫയലിലുണ്ട്, ഓഫീസിന്റെ ഫയലിലുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് കത്ത് ഏതിനെ പറ്റിയാണ്? അത് സത്യമായി യാതൊരു ബന്ധവുമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ വെല്ലുവിളിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞ വെല്ലുവിളിക്കെന്ന് പറഞ്ഞത്. അത് 2 കത്ത് കൊടുത്തിട്ടുണ്ട് വാസുകി. ഒന്ന് PMCയില് സഹകരിച്ച് പോകാമെന്നുള്ള കത്ത്. രണ്ടാമത് സഹകരിക്കാൻ തയ്യാറല്ല, കെപ്റ്റിന്റെ അപേക്ഷയിൽ വയ്ക്കണമെന്നും ഗവൺമെന്റ് പോളിസിപരമായി നയപരമായി തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ 92 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അതിലിപ്പോ നേരത്തെ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ശക്തി എതിർത്തവരാണ്. അതിപ്പോ അധികാരത്തിൽ വന്നതിന് പിന്നെ അവർക്ക് പലതരത്തിലുള്ള ഒഴിഞ്ഞു മാറ്റമാണ് നടത്തുന്നത്. ഇപ്പൊ ഒരു ലാസ്റ്റ് ഉപസമിതി രൂപീകരിച്ചിട്ട് തീരുമാനമെടുക്കാമെന്ന് പറയാണ്. ഇത് നേരിട്ട നിലപാടല്ലേ? ഈ ഉപസമിതി ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള ഉപസമിതിയാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഭാഗമായിട്ടുള്ള ഉപസമിതിയാണ്. അവര് PMCയും അതുപോലെ ലേബർ കോഡും ഒക്കെ തന്നെ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. BJP ആയിട്ട് യഥാർത്ഥത്തിൽ ഇത്തരം പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഡീല് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മള് പത്രസമ്മേളനത്തിന്റെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് മാറിപ്പോകണ്ട. ക്ലിയർ ആയിട്ട് അത് പറഞ്ഞല്ലോ. PMC കാര്യത്തിൽ ഔട്ട്റൈറ്റ് ആയിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രി പച്ചക്കള്ളാണ് പറയുന്നത് എന്നുള്ളതിൽ പറഞ്ഞു. നമ്മൾ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് നാളെ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ആണ്. മുൻ പ്ലാനിംഗ് ബോർഡ് അംഗമായിട്ടുള്ള ഡോക്ടർ R. രാംകുമാറാണ് കീനോട്ട് അഡ്രസ്. പ്രധാനപ്പെട്ട ഇത് ഒരു പ്രത്യേകത. ഈ സെമിനാറിൽ അഫക്റ്റഡ് ആയിട്ടുള്ള 4-5 സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ KSRTA, KSEB, അതുപോലെ വാട്ടർ. PN ശ്രീ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ നിലവിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. അത് നേരത്തെയുള്ള സർക്കാർ അതിൽ പദ്ധതിയിൽ ഒപ്പിട്ട് പണം വാങ്ങിയതുകൊണ്ട് ഇപ്പോൾ പദ്ധതിയിൽ നിൽക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളം എന്ന് പറയുകയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ V. ശിവൻകുട്ടി.